മാഷെ മറ്റേ പത്മകുമാർ ശബരിമല മറ്റേ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡൻ്റായിരുന്ന ആള്, അദ്ദേഹത്തിൻ്റെ അതിൽ റോളൊക്കെ നാട്ടുകാർക്കൊക്കെ നന്നായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പച്ചമഷിയിൽ മിനിറ്റ്സ് തിരുത്തുക, എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാളുടെ ആറന്മുളയുടെ വീട്ടിൽ നിത്യ സന്ദർശകൻ, അവിടെ താമസിച്ചിട്ടുണ്ട്. പിന്നെ കർണാടകയിൽ ഇയാൾക്ക് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സാധാരണഗതിയിൽ എനിക്കറിയാവുന്ന ഈ CPM നന്നായിട്ട് അറിയാവുന്ന ഒരു പാർട്ടിയാണ്. അവർ പാർട്ടിയിൽ തന്നെ ചില്ലറ കേസുകൾ, ചീള് കേസുകളൊക്കെ അന്വേഷണ കമ്മീഷനുമൊക്കെ വെച്ച് ഇത് മുഴുവൻ കണ്ടുപിടിച്ച് പുറത്താക്കേണ്ട ആളുകളെയൊക്കെ പുറത്താക്കിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണല്ലോ. ഇങ്ങനെ ഒരു അതിഭീമമായ കൊള്ള പാർട്ടിയെ തന്നെ വഞ്ചിച്ച ഒരാൾ, അയാളിപ്പോഴും പത്തനംതിട്ട പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ്. പാർട്ടി നടപടി എടുത്തിട്ടില്ല. ഉടനെ അന്വേഷണ വിധേയമായിട്ട് ബാക്കി കാര്യങ്ങളിലൊക്കെ ആളുകളെ സസ്പെൻഡ് ചെയ്യുന്നത് പോലെ അങ്ങനെ ഒന്ന് സസ്പെൻഡ് ചെയ്യുമെങ്കിലും ചെയ്യേണ്ടതല്ലേ പാർട്ടി? എന്തുകൊണ്ട്? ഇത് സത്യത്തിൽ പാർട്ടിയുടെ ഉള്ളിൽ അയാളെ സംരക്ഷിക്കുന്നു എന്നല്ലേ വരുന്നത്. എന്തു പറ്റി പാർട്ടിക്ക് പറ്റിയത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ സർ. ഈ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, പാർട്ടി കോടതിയിലെ നീതിന്യായം എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ ഘടകം കൃത്യമായ ഒരു വർഗവിവേചനം പാർട്ടിയിലുണ്ട്. ആൾ ആർ ഈക്വൽ ബട്ട് സം വൺ ആർ മോർ ഈക്വൽ. അത് വളരെ കൃത്യമാണ്. ഓൾ ആർ ഈക്വൽ, സം കോംറേഡ്സ് ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്. അത് തന്നെ കറക്റ്റാണ്. അതായത് ഈ വമ്പൻ അഴിമതിക്കാരായ ഒരു മേൽത്തട്ട് വരേണ്യവർഗത്തിൻ്റെ കുറ്റകൃത്യങ്ങളല്ല, താഴെ തട്ടിലെ ഈ പാവങ്ങൾ അന്നത്തെ അഷ്ടിക്ക് വേണ്ടി ജീവിക്കുന്ന കൂട്ടുകാരെ പറയുന്നത് പാർട്ടിയിൽ വളർന്നു വന്നിരിക്കുന്ന ബൂർഷ്വാ വർഗത്തിനെ എപ്പോഴും പാർട്ടി പ്രൊട്ടക്ട് ചെയ്യും. ഇതല്ലേ ആ കൂട്ടത്തിൽ പറയാവുന്ന ഒരു കാര്യം, പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ പാർട്ടിക്കകത്തൊരു വർഗസമരം അനിവാര്യമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സംഭവിക്കുന്നത്, പാർട്ടിയുടെ ഒരു വൃത്തികെട്ട ന്യായം കണ്ടിട്ടുണ്ടോ? അതായത് ഇവർ കേസ് നടത്തുന്ന, കേസിൽ പെട്ടുപോകുന്ന കോംറേഡ്സിനെ കുറിച്ചുള്ള പാർട്ടിയുടെ സമീപനം എന്താ? കേസിൽ പെട്ടുപോകുന്നവരെ കുറിച്ച് ഇവർ ആദ്യം പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ ന്യായം ഈ അടുത്ത ന്യായമാണ്. ഈ കോടതികളെ ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കോടതിയുണ്ട്, ന്യായമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിചാരണയുണ്ട്, അന്വേഷണമുണ്ട്, എന്നിട്ട് ഞങ്ങൾ വിധി പറയും, ഞങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ ഒരാൾ കുറ്റവാളിയാവുന്നു. ഒന്നാമത്തെ ന്യായം. എന്നിട്ടും രക്ഷപ്പെടുത്താനാവാതെ, കേസിൽ പെടുത്താതെ അറസ്റ്റ് ചെയ്യാതെ കൊണ്ടുപോയിട്ട് കേസിൽ പെട്ടാൽ അടുത്ത ന്യായം വരും. എന്താണ്? അൺടിൽ ആൻഡ് അൺലെസ് ഈസ് പ്രൂവ്ഡ് ഗിൽറ്റി, അങ്ങനെയാണല്ലോ നമ്മൾ പറയുക. ഇപ്പോൾ കുറ്റവാളിയാണെന്ന് തെളിയാത്ത കാലത്തോളം ആരോപണം മാത്രമാണ്, കുറ്റാരോപിതൻ മാത്രമാണ് എന്ന സാങ്കേതിക ന്യായം പറഞ്ഞ് പിടിച്ചു നിൽക്കും. അതെന്തിനാ സൗകര്യം? ഞാൻ ആ സംഗതി MP ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ആദ്യമേ ഈ ആമുഖത്തിൽ ഞാൻ പറഞ്ഞത്. പാർട്ടി അല്ലാതെ തന്നെ കമ്മീഷനെ വെച്ച് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്ക്. അവർ ഈ 51 വെട്ടുവെട്ടിയ കേസിലുമൊക്കെ അവരെ സംബന്ധിച്ച് ചില ആളുകൾ കുറ്റവാളികളല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നില്ലേ. ഒരു രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരാള്, അവിടെ ലോക്കലായിരുന്ന ആള്, അയാളെ പിന്നീട് കോടതി ശിക്ഷിച്ചില്ലേ? കീഴ്ക്കോടതി ശിക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി പണിഷ്മെന്റ് കൊടുത്തു. ഇത് എന്തിനാണെന്നറിയോ സാർ? ഇതിന്റെ പിന്നിലെ തന്ത്രം ഇപ്പോൾ എനിക്കും സാറിന് നന്നായിട്ട് മനസ്സിലാവും. എന്താന്ന് വെച്ചാൽ, ഈ പാവങ്ങളുടെ സംഭാവന കൊണ്ട്, പാട്ടപ്പിരിവ് കൊണ്ടും ബക്കറ്റ് പിരിവ് കൊണ്ടും നേടിയ പാർട്ടി ഫണ്ട് ഉണ്ടല്ലോ, ആ പാർട്ടി ഫണ്ട് കൊണ്ട് ഈ കുറ്റവാളികൾക്ക് വേണ്ടി കേസ് നടത്താൻ പറ്റും. അതാണ് പാർട്ടിക്കുള്ളിൽ ഇവരെ എങ്ങനെ സംരക്ഷിച്ച് നിർത്തിയാലുള്ള ഗുണം. അതാണ്. കുറ്റവാളിയല്ല, കുറ്റാരോപിതൻ. പത്മകുമാറിന്റെ കേസിൽ മറ്റേ ബക്കറ്റ് പിരിവ് കൊണ്ടുള്ള പൈസ ചെലവാക്കില്ലല്ലോ, വേണ്ടിവരില്ല. കാരണം അതില് മറ്റേ പ്രോസിക്യൂഷൻ എന്റെ ഭാഗത്ത് സർക്കാരല്ലേ വരിക? അതെ, സർക്കാർ വക്കീലല്ലേ? സർക്കാർ വക്കീലാണ്. അത് ഒന്നുകിൽ പാർട്ടി ഫണ്ട് അല്ലെങ്കിൽ സർക്കാർ ഫണ്ട്. സർക്കാർ ഫണ്ട് കൊണ്ട് ഇപ്പോൾ കേസ് മുഴുവൻ കോടതിയിൽ നടത്തേണ്ടത് ആരാണ്? സർക്കാരാണ്. സുപ്രീം കോടതിയിൽ നിന്ന് വലിയ വില കൊടുത്ത് വക്കീലന്മാരെ കൊണ്ടുവന്ന് രക്ഷിക്കാനുള്ള ശ്രമം നടത്തും. അപ്പോഴും ഞങ്ങൾ ആദ്യമേ പറഞ്ഞാണ്, കേസെങ്ങാനും ജയിച്ച് കിട്ടിയാലോ, അല്ലെങ്കിൽ ഇദ്ദേഹം കുറ്റവാളി അല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കുക, സഖാക്കൾ ചാനലിൽ വന്ന് സംസാരിക്കുമ്പോഴൊക്കെ, അസ്കർ എന്ന് പറഞ്ഞൊരുത്തൻ കഴിഞ്ഞ ദിവസം ചാനലില് വാസു സാർ എന്നാ ഇപ്പോഴും പറയുന്ന, അവരുടെ സാറ് തന്നെയാണ്, എല്ലാ അർത്ഥത്തിലും സാറാണ്. അപ്പൊ ഈ സാറന്മാരെ, അങ്ങനെ വിജിലൻസ് ട്രൈബ്യൂണൽ ജഡ്ജി ആയിരുന്ന ആളാ വാസു. എന്തൊക്കെ പോസ്റ്റ് വഹിച്ചാണല്ലേ. അപ്പോൾ ഒടുവിലത്തെ ചിത്രം ഇതാണ്. അപ്പോൾ അതിൽ ഒരു സൗകര്യം അതാണ്, സുപ്രീം കോടതിയിലെ വലിയ വില കൂടിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് ബാധിച്ചിട്ട് നമ്മുടെ നികുതി പണം കൊണ്ട് ഈ കുറ്റവാളികളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ചു. രക്ഷപ്പെട്ടാലോ
കണ്ടില്ലേ, നിരപരാധിത്വം തെളിഞ്ഞിരിക്കുന്നു. എത്ര വിശുദ്ധനായ ഒരു മാലാഖയാണ് ഇവിടുത്തെ കുറ്റാന്വേഷണ വിഭാഗം പ്രതികൾ. പത്മകുമാറിന് മുമ്പ് അവിടെ MLA ആയിരുന്ന സമയത്ത് ഒരു സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പാർട്ടി നേരത്തെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഓ, പണ്ടേ കള്ളനാണ്, പണ്ടേ കുറ്റവാളിയാണ് അല്ലേ? ഈ ഏതായാലും ഇത് അവിടെ അംഗങ്ങൾ അറിയാതെയൊക്കെ വായ്പ എടുത്തതിന്റെ പേരിൽ തട്ടിപ്പ് കേസാണ്. അതെ, ഒരു കാര്യം ഉറപ്പല്ലേ സാർ. അപ്പൊ അന്ന് ജനങ്ങളെ പറ്റിച്ചിട്ടുള്ളൂ, ഇപ്പോ അയ്യപ്പനെയും പറ്റിച്ചു. അപ്പൊ അയ്യപ്പൻ ഒരുപക്ഷെ ഈ ആത്മീയമായ വിശ്വാസികൾക്ക്, അയ്യപ്പന്റെ വിശ്വാസികൾക്ക് പറയാവുന്ന ഒരു കാര്യം, ഒടുവിൽ അയ്യപ്പനെ കട്ടപ്പോ അയ്യപ്പൻ പണി കൊടുത്തു, കൃത്യമായി പിടികൊടുത്തു. ഇപ്പൊ നിയമത്തിന്റെ പിടിയിലായി. പിന്നെ എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാനാവില്ലല്ലോ. ഒരു ചെറിയ വിഭാഗത്തെ എന്നും പറ്റിക്കാൻ പറ്റും. അക്കൂട്ടത്തിൽ പറ്റിക്കാവുന്നതല്ല, അറിഞ്ഞുകൊണ്ട് ഒരു തസ്കര സംഘം പരസ്പരം കട്ടുകൊണ്ടിരിക്കുമ്പോൾ, പരസ്പരം വീതം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പരസ്പരം രക്ഷപ്പെടുത്തി നിർത്താനാവും. കാരണം ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ അറസ്റ്റ് ചെയ്യാൻ വരട്ടെ, അറസ്റ്റ് ചെയ്താൽ ഞാൻ പറയും, ഞാൻ ചെയ്തൊക്കെ പറയും. ഇങ്ങനെ കുറ്റാരോപിതനൊക്കെ ഈ പാർട്ടി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ സ്ട്രക്ചറിൽ തന്നെ ഹിംസ കിടപ്പുണ്ടല്ലോ. അപ്പൊ പാർട്ടി പറഞ്ഞിട്ട് പല ആളുകളെ പോയി കൊല്ലുക, ഈ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ പാർട്ടിയുടെ അകത്ത്. പിന്നെ അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ തന്നെ പാർട്ടി ചില പ്രതികളെ കൊടുക്കും, ഒറിജിനൽ പ്രതികളെ മാറ്റിയിട്ട് ചില പ്രതികളെ കൊടുക്കുന്ന പരിപാടിയുണ്ട്. അത് സമ്മതിക്കാത്ത പോലീസുകാർക്കാണല്ലോ ശിക്ഷയൊക്കെ പിൽക്കാലത്ത് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ കുറ്റാരോപിതൻ കണ്ണൂരിൽ നിന്ന് വന്ന ഗോവിന്ദനെ പോലെ ഒരാൾക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ അങ്ങേര് തന്നെ ആന്തൂർ സാജൻ കേസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് കുടുംബത്തിൽ തന്നെ പല കേസിലുണ്ട്. പിന്നെ ഈ അദ്ദേഹത്തിന്റെ മകൻ ഇല്ലേ വേറെ കേസിലുണ്ട്. ഒന്നും അത്ര വിശുദ്ധന്മാരുടെ കുടുംബമൊന്നും അല്ല ഈ പാർട്ടി കുടുംബങ്ങൾ. പിന്നെ ഈ വ്യാജ പ്രതികളെ കൊടുത്താലുള്ള ഗുണം എന്താണെന്നറിയോ സർ? അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. വ്യാജ പ്രതികളെ കൊടുത്താൽ സ്വാഭാവികമായി തന്നെ വിചാരണയിൽ അവനെ കുറ്റമുക്തനാക്കാൻ പറ്റും. കാരണം ഇവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ നാച്ചുറലി അയാൾ ശിക്ഷിക്കാൻ പറ്റില്ല. അതാണ് ഇതിൽ കാരണം സാഹചര്യ തെളിവും ഉണ്ടാവില്ല, യാതൊന്നും ഉണ്ടാവില്ല. അയാൾ വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുകയും ചെയ്യും. ആ സമയം നോക്കുമ്പോഴേ വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കും. വേറെ കല്യാണത്തിനൊക്കെ പോയിരിക്കുന്ന ആളെയൊക്കെ ശിക്ഷിക്കുന്നത് എന്ത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെ. ഇപ്പോ TP ചന്ദ്രശേഖരൻ കേസ് പോലെ ഏറ്റവും ക്രൂരമായൊരു കേസിൽ പോലും ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഈ പ്രതികൾ അതിൽ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ, ഇവരൊന്നും അല്ല പിന്നെ ആരാ? ഒന്നാമത് ഈ പത്മകുമാറിനെ പോലെ ഒരാളെ പിടികൂടിയ ശേഷം ഈ പത്മകുമാർ ആദ്യം തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന വർത്താനം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം ദൈവത്തിനെ പോലെ കാണുന്ന ഒരാളാണ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്ന് പറഞ്ഞപ്പോ തന്നെ മൊനയുണ്ട്. അപ്പോ ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് പിന്നെ പത്മകുമാറിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ഈ പത്മകുമാറിന് വേറെ പല പേരുകളും പറയാം. കാരണം പത്മകുമാർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി അപേക്ഷ കൊടുത്തത് ദേവസ്വം മന്ത്രിക്കാണെന്നാണ്. മനസ്സിലായില്ലേ? ദേവസ്വം മന്ത്രി ഞങ്ങളുടെ ബോർഡിലേക്ക് തന്ന അപേക്ഷയാണ് അത് എന്നുള്ളതാണ്. കടകംപള്ളിയിലേക്ക് നേരെ പോയി. അതെ, കടകംപള്ളി നേരിട്ട് ഒരു കാര്യം കടകംപള്ളിയെ ദൈവമായിട്ട് ഒരിക്കലും ഒരു പാർട്ടിക്കാരും കാണുന്നില്ല. കടകംപള്ളിക്കും ദൈവമായ ഒരാൾ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് പ്രകടനം. ഇനിയിപ്പോ ഒരു കാര്യം ഉറപ്പിച്ചോളൂ സാർ, ഞാൻ പറയുന്നത് CPMന്റെ കഴിഞ്ഞ 9-10 കൊല്ലത്തോളായില്ലേ പിണറായി ഭരിക്കാൻ തുടങ്ങിയിട്ട്, ഇതിനിടയിൽ വന്ന കേസുകളൊക്കെ എങ്ങനെയാണ് തീർത്തതെന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം കൂടി മറഞ്ഞു കിടക്കുന്ന ഒരു CPMന്റെ സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരാൾ, ഇപ്പോൾ ഒരു കാര്യം വെച്ചു, ഒരു പ്രമാദമായി കേരളം മുഴുവൻ ആടി ഉലഞ്ഞു നിന്ന ഒരു കേസായിരുന്നല്ലോ ഇവരുടെ കേസ്, സ്വപ്ന സുരേഷ് കൊണ്ടുവന്ന കേസ്. ആ കേസ് എവിടെ ഒതുങ്ങി? ശിവശങ്കർ എന്ന ഒരാളെ പർച്ചേസ് ചെയ്ത് കൂലി പ്രതിയാക്കിയെടുത്ത് കോടാനുകോടിയുടെ വിലയിട്ട് അയാൾ അത് ഏറ്റെടുത്തു. അയാൾക്ക് വേറൊന്നും നഷ്ടപ്പെടാനുമില്ല, അയാൾക്ക് ജീവിതമേ ആവശ്യമില്ല. അങ്ങനെ ഒരാൾ തീർന്നു. ആ കേസ് എന്നേക്കുമായിട്ട് തീർന്നു. സ്വജനപക്ഷപാതം ഉൾപ്പെടെ ഈ ഭരണകൂടത്തിൽ നടന്ന ക്രമക്കേടുകളെക്കുറിച്ച് വലിയ ആരോപണത്തിലാണ് KT ജലീൽ പുറത്തായത്. പലരും പുറത്തായപ്പോൾ തിരിച്ചു വന്നു. KT ജലീലിനെ എന്നേക്കുമായിട്ട് ബലിയാടാക്കിയിട്ട്. വെറുതെ അല്ല, KT ജലീൽ മതിയായ പ്രതിഫലം കിട്ടാതെ ഇതിനൊക്കെ വഴങ്ങുമെന്ന് സാറ് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കേണ്ടതില്ല. ആ കേസ് അങ്ങനെയും ഒതുങ്ങി. ഇനി ആലോചിച്ചോളൂ, ഓരോരോ കേസ് കാരായിമാർക്ക് തലയിൽ കെട്ടിവെച്ച് ഈ TP ചന്ദ്രശേഖരൻ കേസിൽ CPM എന്ന പാർട്ടിയെ വെളുപ്പിച്ചെടുത്തത് എങ്ങനെയാണ്? ഏതെങ്കിലും ഈ ലോകത്തെല്ലായിടത്തും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സിസ്റ്റം ഇങ്ങനെയാണ്. കാരണം പാർട്ടിക്ക് വേണ്ടി എന്ത് കൊള്ളരുതായികയും ചെയ്തു കഴിഞ്ഞാൽ മഹത്തായ കാര്യമാണെന്നാണ് സഖാക്കൾ കരുതുന്നത്. പാർട്ടിക്ക് വേണ്ടി കള്ളം പറയാം.
സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ നടന്ന ചർച്ച നമ്മൾ അറിഞ്ഞിട്ട് ആ പ്രസംഗം അവിടെ നടത്തിയ സഖാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല പരിചയം ഉണ്ടാവും. ഇവർ വേറെ എന്തെങ്കിലുമൊക്കെ കള്ളം പറയും. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ മറ്റേ പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് ഭരതനെ കമ്മിറ്റിയിൽ നിന്ന് കളഞ്ഞതറിഞ്ഞിട്ട് ഞാൻ കോടിയേരി ബാലകൃഷ്ണനോട് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കോടിയേരി എന്നോട് പറഞ്ഞു. അതും പറയും, എന്തും പറയും. ഇപ്പം ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാണ്. ഇതെങ്ങനെയാണ് പാർട്ടി മെഷീനറിക്കകത്ത് ഡീൽ ചെയ്യേണ്ടത്, തനിക്ക് ഗുണകരമായി ഡീൽ ചെയ്യേണ്ടത് എന്ന് മറ്റാർക്കും അറിയുന്നതിനേക്കാൾ നന്നായി പത്മകുമാർ സഖാവിന് അറിയാം. അതിൻ്റെ ബ്ലാക്ക് മെയിലിംഗ് ആണ് അദ്ദേഹം തുടങ്ങി വെച്ചത്. കൃത്യമായി പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡീല് നടന്നിരിക്കണം. അങ്ങ് ഏറ്റെടുത്തു കൊള്ളുക, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്ന് മാത്രമല്ല അങ്ങേക്ക് ഈ കേസിൽ നഷ്ടം വരില്ല, അതായിരിക്കണം ഇതിൻ്റെ ഡീല്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ആ ഡീലിന്റെ ഭാഗമായിരിക്കും സഖാവിനെ ഞങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ നിലനിർത്തുന്നു പറയുന്നതിന്റെ ഭാഗമാണ്. ഒരു നഷ്ടവും പത്മകുമാറിനുണ്ടാവില്ല. 2, ഒരു ശിഷ്ടകാലം മുഴുവനും പൊതുജീവിതത്തിൽ നിന്നിരുന്നെങ്കിൽ എന്തൊക്കെ അധികാര പദവികൾ വഹിച്ചാലും കിട്ടാത്ത തരത്തിലുള്ള ബെനിഫിറ്റ് അദ്ദേഹത്തിന് ഇതിൽ ഉണ്ടാവുകയും ചെയ്യും. ഒരു കാര്യം കൂടി എനിക്ക് എൻ്റെ ഒരു 6th വെച്ച് ഞാൻ പറയുന്നു, ഈവൻ കടകംപള്ളി സുരേന്ദ്രൻ പോലും അറസ്റ്റ് ചെയ്യപ്പെടാനിടയുമില്ല. കാക്കാം, നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.